വലിയ പുളിയല്ല, വലിയ പുളി ആവുന്നതിന് മുമ്പ് ഇത്രശ് പോകുന്ന ഒരു പുളിയാവില്ലേ, ആ സമയത്ത് അത് പൊഴിഞ്ഞു വീഴും. കണ്ടിട്ടുണ്ടോ? ഇട്ടാവുള്ളൂ. ആ പുളി പെറുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ആലോചിക്കുമ്പോൾ വായിൽ വെള്ളം വരണം. ആ സമയത്ത് ഞാൻ പുളി പെറുക്കാൻ പോയി, കൂട്ടുകാരികളുടെ കൂടെ പുളി പെറുക്കാൻ പോയി. പിള്ളേരെ പുളി പെറുക്കാൻ പോയപ്പോൾ ഈ പുളിമരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതുമ്മിലേ ഇത്ര നീളത്തിലൊരു വെള്ള പുഴുണ്ട്. അത് ഇങ്ങനെ ചുമന്ന ചുണ്ടൊക്കെ ആയിട്ടുള്ളൊരു പുഴു, ഇത്ര നീളത്തിൽ നിറച്ച് രോമൊക്കെ അതിൻ്റെ മേത്ത്. എൻ്റെ കുഞ്ഞേ അലയ്ക്കും പറപ്പാവണം. ആ പുഴു ഇങ്ങനെ നൂലിൽ തൂങ്ങി വരും. അത് മേളിൽ നിന്ന് ഇങ്ങനെ നൂലിൽ ഇങ്ങനെ തൂങ്ങി വരും ഈ പുഴു. എന്നിട്ടുണ്ടല്ലോ ഇതിങ്ങോട്ട് മേത്തങ്ങോട്ട് വീണിട്ട് എൻ്റെ പൊന്നെ ഞാൻ അറിഞ്ഞില്ല. വീണപ്പോൾ വെള്ള ഡ്രസ്സായിരുന്നു, ഞാൻ കണ്ടില്ല. നൈസ്. എന്നിട്ട് ഈ പുഴു ഡ്രസ്സിൻ്റെ ഇതിൽ കൂടെ കയറിയിട്ട് ഇതിൽ കൂടെ എങ്ങനെയാണോ ഇതിൽ കൂടെ കയറിയത്, ഏറെക്കുറെ ഇവിടെയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ചൊറിച്ചിൽ വന്ന് ചൊറിഞ്ഞ് ഞാനിതിങ്ങനെ പൊക്കി നോക്കിയപ്പോൾ ദാണ്ട് നിൽക്കണ പിള്ളേരേ ഒരു പുഴു. എനിക്ക് ഈ ലോകത്ത് പാമ്പ് എൻ്റെ മേത്ത് കയറി എനിക്ക് പേടിയില്ല, സത്യമായിട്ടും എനിക്ക് പേടിയില്ല. പക്ഷെ പുഴു അലയ്ക്കുമ്പോൾ എപ്പോഴും എനിക്ക് തൊരറപ്പാന്നറിയോ, ഭയങ്കര അറപ്പോ പേടിയോ. സത്യം നോക്ക്, എനിക്ക് രോമം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അത് പൊങ്ങി നിന്ന് കണ്ടേന്. അപ്പോൾ അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അത്രയ്ക്ക് അറപ്പാണ്. ഞാനുണ്ടല്ലോ വിശ്വസിക്കോ അറിയില്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡ്രസ്സിന് സിബ് ഉണ്ടാവില്ല ഈ ഉടുപ്പിന്, അതങ്ങോട്ട് ഊരിയിട്ട് ഈ ഡ്രസ്സ് ഊരിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ക്ലാസ്സിൽ മധുമാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡ്രസ്സ് ഊരിയുടെ വലിച്ചെറിഞ്ഞ്. അല്ലെങ്കിൽ ആ കുട്ടികളൊക്കെ ഞാൻ പെറ്റിക്കോട്ട് മാത്രം ഇട്ടിട്ട് നിൽക്കണ ക്ലാസ്സിൽ. കാരണം നിങ്ങൾ ആലോചിക്കണം, എനിക്ക് അതിനേക്കാൾ അത് എൻ്റെ മിയമോള് കരയുന്നതാ. അതിനെക്കാട്ടിലും എനിക്ക് പേടിയാണ് ഈ പുഴുവിനെ. എന്നിട്ട് മാഷിൻ്റെ കയ്യിലുള്ള വടിയില്ലേ, അത് വെച്ച് തോണ്ടി എടുത്തോണ്ട് പോയിട്ടാണ് ഞാൻ പിന്നെ ഫുൾ ആ ഡ്രസ്സ് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ ഡ്രസ്സ് ഇട്ടത്. അത്ര പേടിയായിരുന്നു എനിക്ക്. എൻ്റെ പൊന്നെ മേയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ പ്രശ്നമാണല്ലോ പിള്ളേരെ. ഇതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ? വാവ് വരുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നം തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു 15 ദിവസം മുമ്പല്ലേ പിള്ളേരെ ഈ മിയ ഇങ്ങനെ തുടങ്ങിയത്. ഗൈസ്, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറട്ടെ. എൻ്റെ മിയേനെ എനിക്ക് നോക്കാൻ കുഴപ്പമില്ല. അവൾക്ക് 3 നേരം ഫുഡ് കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാനല്ല, അവൾക്ക് ഭക്ഷണത്തിനല്ല, അവൾക്ക് 3 നേരം ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്, അവളെ എല്ലാ കാര്യവും ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതല്ല അവളുടെ പ്രശ്നം. അവൾക്ക് 15 ദിവസം കൂടുമ്പോൾ ഒരു പ്രശ്നം വരും. ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഇപ്പം എന്താണെന്നറിയോ? ഇപ്പം അതിനൊരു സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കി അതിൻ്റെ മക്കളെയും കൂടെ ഞാൻ നോക്കേണ്ടി വരും. സത്യം പറയട്ടെ ഏട്ടാ, എനിക്ക് എൻ്റെ 3 പിള്ളേർക്ക് തിന്നാൻ കൊടുക്കാൻ തന്നെ വളരെയധികം കഷ്ടപ്പെടുക. ഇനി ഇവള് പെറ്റുകൂട്ടിയൊരു 4 പിള്ളേരുണ്ടായി, അതിനും ഞാൻ തിന്നാൻ കൊടുക്കണ്ടേ? ഇവർക്ക് പിന്നെ എനിക്ക് ഇവളെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് തിന്നാൻ കൊടുക്കുന്നത്. പിന്നെ അതുങ്ങളെ കുളിപ്പിക്കണം, അതുങ്ങളുടെ അപ്പി കോരണം, അതുങ്ങളെ നോക്കണം. അത് ഇവളെ കളറ് നോക്ക്, ഇങ്ങനെ നല്ല വെള്ള കളറിൽ നല്ല സുന്ദരി കണ്ടോ, നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത്. ഇവള് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ സുന്ദരികളാവും. അപ്പം എന്താക്കണം, ഇവരെ കുളിപ്പിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറും, പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. അപ്പോൾ ഞാൻ എങ്ങനെയാ നോക്കണറിയോ? ഇവിടെ വന്നിട്ട് കണ്ടത്, അനീറ്റ് ഇവിടെ വന്നപ്പോൾ എൻ്റെ മിയേനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഇതേവരെ എൻ്റെ ലൈഫിൽ കണ്ട പൂച്ചകളിൽ വെച്ച് ഏറ്റവും വൃത്തിയുള്ളത് നിൻ്റെതാണ്. കാരണം അത്രയ്ക്ക് ഇതായിട്ടാണ് ഞാൻ അതിനെ നോക്കണത്. ഞാൻ കുളിപ്പിക്കും, കുളിക്കും കൊടുക്കും ഒക്കെ ഞാനാ ചെയ്യേണ്ടത്. അപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ, ഇനി ഇവള് പ്രസവിച്ച് അതിനെ ഞാൻ നോക്കണ്ടേ? ടെൽ ഹർ ഹസ്ബൻഡ് ടു മൈൻഡ്. അവൾക്ക് ഭർത്താവില്ല, അവൾ ഇപ്പോഴും കന്യകയാണ്, അതറിയോ? ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പൂട്ടിയിട്ടേ പോകത്തുള്ളൂ. ഇതുവരെ അവളെ പുറം ലോകം കാണിച്ചിട്ടില്ല. കാരണം എൻ്റെ മിയമോളെയൊക്കെ കിട്ടുന്ന ചെക്കനുണ്ടല്ലോ, ഭാഗ്യമുള്ള ചെക്കനാ, സത്യം.